യുഎസിന് റഷ്യയേക്കാൾ വലിയ ഭീഷണി ചൈനയാണെന്ന് CIA മേധാവി വില്യം ബേൺസ്. അതിനാലാണ് CIA പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കിയതെന്നും ഏജൻസി മേധാവി പറഞ്ഞു. റഷ്യ അടുത്ത കാലമായി വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ചൈനയാണ് ഏറ്റവും ദീർഘകാല ഭീഷണിയെന്ന് ബേൺസ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ഫോറിൻ അഫയേഴ്സ് ലേഖനത്തിൽ എഴുതി. ചൈനയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ശേഖരണം, പ്രവർത്തനങ്ങൾ, ലോകമെമ്പാടുമുള്ള വിശകലനം എന്നിവയ്ക്കായി CIA കൂടുതൽ വിഭവങ്ങൾ പ്രതിജ്ഞാബദ്ധമാക്കിയിട്ടുണ്ട്. ബേൺസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞു. ലാറ്റിൻ അമേരിക്ക തൊട്ട് ആഫ്രിക്ക, ഇൻഡോ പസഫിക് വരെ ചൈനയുമായി മത്സരിക്കാനുള്ള ശ്രമങ്ങൾ ഏജൻസി ശക്തമാക്കുകയാണെന്നും CIA മേധാവി പറഞ്ഞു. അതേസമയം ചൈനീസ് ചാരവൃത്തിക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US ഭൂഖണ്ഡത്തിന് മുകളിലൂടെ പറന്ന ചൈനീസ് നിരീക്ഷണ ബലൂൺ US സൈന്യം വെടിവെച്ചിട്ടിരുന്നു. പിന്നീട് ജൂണിൽ ക്യൂബയിൽ ചാരത്താവളം സ്ഥാപിക്കാൻ ചൈന പദ്ധതിയിടുന്നതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടണമെന്നില്ല. എന്നാൽ മെച്ചപ്പെട്ട ബന്ധങ്ങളിൽ താൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നതായി ചൈനയിലെ US പ്രതിനിധി നിക്കോളാസ് ബേൺസ് പറഞ്ഞു. US ചൈന ബന്ധങ്ങളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ശുഭാപ്തി വിശ്വാസം തോന്നുന്നില്ല. കാരണം കാര്യങ്ങൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് കാണേണ്ടതുണ്ടെന്ന് തനിക്ക് തോന്നുന്നു. ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആതിഥേയത്വം വഹിച്ച ഒരു പരിപാടിയിൽ ബേൺസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നമുക്ക് കാലിഫോർണിയയിൽ നല്ലതും ഉൽപാദനക്ഷമവുമായ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഇടപഴകൽ നമുക്കിപ്പോൾ നിലനിർത്താനാകുമോ? പരസ്പരം നമ്മുടെ പ്രതിബദ്ധതകൾ നിറവേറ്റാൻ കഴിയുമോ? അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ കഴിഞ്ഞ കാലത്താണ് ജീവിച്ചിരുന്നത്. ആശയവിനിമയം വിച്ഛേദിക്കപ്പെടുകയും പിന്നീട് വീണ്ടും ധരിക്കുകയും ചെയ്യുന്ന റോളർ കോസ്റ്റർ ഭൂതകാലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ താൻ ശുഭാപ്തി വിശ്വാസിയാണെന്ന് പറയില്ല. ഇക്കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷേ യാഥാർത്ഥ്യമാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യാശിക്കാം. പക്ഷേ പ്രതീക്ഷ എന്നത് ശുഭാപ്തി വിശ്വാസത്തെക്കാൾ വ്യത്യസ്തമാണ്. ഇതുവരെ ചൈനക്കാർ ഫെന്റലൈനെ കുറിച്ച് അവരുടെ പ്രതിബദ്ധത പാലിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൈനിക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുമെന്ന് താൻ കരുതുന്നു. പക്ഷേ അത് കാലക്രമേണ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം, ബേൺസ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു ബന്ധം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നയതന്ത്രജ്ഞൻ പറഞ്ഞു. എന്നിരുന്നാലും സംഘടന സാധ്യത കുറയ്ക്കുന്ന ഉത്തരവാദിത്തത്തോടെ ഇത് ചെയ്യണമെന്നും കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റും ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സൗഹൃദ ഉച്ചകോടിയിൽ ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടന്നത്. പ്രസിഡന്റ് ഷീയെ സ്വേച്ഛാധിപതി എന്ന് വിളിച്ചെങ്കിലും ഫോറം വലിയൊരു പോസിറ്റീവ് ഏറ്റുമുട്ടലായി കാണപ്പെട്ടു, ദ ഹിൽ റിപ്പോർട്ട് ചെയ്തു. ഇരു നേതാക്കളും തമ്മിലുള്ള കരാറിന്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷം വിച്ഛേദിച്ച സൈനിക ബന്ധം സ്ഥാപിക്കുന്നത്. വിനാശകരവും ആകസ്മികവുമായ സംഘടനകൾ ഒഴിവാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉയർന്ന മുൻഗണനയുള്ള ജോലിയായിരുന്നു, ദ ഹിൽ മുൻ റിപ്പോർട്ട് ചെയ്തു. ഇരു നേതാക്കളും തമ്മിലുള്ള ആശയവിനിമയ വഴികൾ തുറന്നിടുമെന്ന് ഷീ പറഞ്ഞതായി ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബൈഡൻ അറിയിച്ചു. ഫെന്റനൈൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത് തടയാൻ അമേരിക്ക ചൈനയെ പ്രേരിപ്പിക്കുന്നതിനാൽ മയക്കുമരുന്നിനെതിരെയുള്ള സഹകരണം പുനരാരംഭിക്കാനും അവർ സമ്മതിച്ചതായി ദ ഹിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴിതാ യുഎസിനെ പൂട്ടാൻ ഹാക്കിംഗ് ഒരു ഓപ്ഷനായി എടുത്തിരിക്കുകയാണ് ചൈന. യുഎസിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ കടന്നുകയറാൻ ചൈനീസ് ഹാക്കർമാർ തയ്യാറെടുക്കുകയാണെന്ന മുന്നറിയിപ്പുമായി FBI ഡയറക്ടർ. ചൈനീസ് ഹാക്കർമാർ യുഎസിനും ലോകത്തിനും ദോഷം വരുത്താൻ തയ്യാറെടുക്കുകയാണെന്ന് FBI ഡയറക്ടർ ക്രിസ്റ്റഫർ വ്രേ ബുധനാഴ്ചയാണ് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കൻ പൗരന്മാർക്കും സമൂഹത്തിനും നാശമുണ്ടാക്കാനും ലോകത്തിന് മുഴുവൻ ദോഷം വരുത്താനുമുള്ള തയ്യാറെടുപ്പോടെയാണ് ചൈനയുടെ ഹാക്കർമാർ അമേരിക്കൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ലക്ഷ്യം ഇടുന്നത്. റേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൗസ് സെലക്ട്സ് കമ്മിറ്റിയോട് പറഞ്ഞു. ചൈനയുടെ ആക്രമണാത്മക സൈബർ കഴിവുകളെക്കുറിച്ച് സൈബർ ഉദ്യോഗസ്ഥർ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വ്രയുടെ പൊതു മുന്നറിയിപ്പ് ചൈനീസ് ഹാക്കർമാർ രാജ്യവ്യാപകമായി നിർണായക ഇൻഫ്രാസ്ട്രക്ചറിന് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് US സർക്കാരിന്റെ ഉയർന്ന തലത്തിലുള്ള ആശങ്കയ്ക്ക് അടിവരയിടുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.